ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടവഴിപാടാണല്ലോ കൃഷ്ണനാട്ടം. നട തുറന്നിരിക്കുന്ന സമയത്ത് കൃഷ്ണനാട്ടം നടത്തില്ല. കളിയാട്ടം നടക്കുമ്പോൾ ഭഗവാൻ അവിടെ സന്നിഹിതനാകുമെന്നാണ് കാരണം. ഭക്തർ തൊഴാൻ വരുന്ന സമയത്ത് ശ്രീലകത്ത് നിന്നിറങ്ങി കൃഷ്ണനാട്ടം കാണാൻ ഭഗവാൻ പോകുമെന്നതിനാലാണ് നടയടച്ച് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് ശേഷം വെളുപ്പിന് നട തുറക്കും മുൻപാണ് ഈ വഴിപാട് നടത്തുന്നത്. 8 ദിവസം തുടർച്ചയായി ഒരു ദിവസം ഒരു കഥ എന്ന രീതിയിലാണ് ആടുന്നത്. ഭഗവാന്റെ ഇഷ്ടവഴിപാടായതുകൊണ്ട് പെട്ടെന്ന് ഫലം ലഭിക്കും. കൃഷ്ണനാട്ടത്തിലെ 8 കഥകളിൽ ഓരോന്നും വഴിപാടായി നടത്തിയാൽ ഓരോ ഫലങ്ങളാണ്. 3000 രൂപയാണ് വഴിപാടിന് നൽകേണ്ടത്. സ്വർഗാരോഹണം കഥയ്ക്ക് അധികം കൊടുക്കണം. ഒന്നാമത്തേത് അവതാരം. ഇഷ്ടസന്താന ലബ്ധിക്കും ബാലാരിഷ്ടത നിവാരണത്തിനും ഭയബാധ മോചനത്തിനും ഉത്തമമാണ്. രണ്ടാമത്തേത് കാളിയമർദ്ദനമാണ്. വിഷബാധ ശമനം, ശത്രുപീഡാശമനം, സർപ്പദോഷ നിവാരണം, രോഗശമനം എന്നിവയാണ് ഫലം. മൂന്നാമത്തേത് രാസക്രീഡ. വിവാഹലബ്ധിക്കും പ്രണയലാഭം, സൗഭാഗ്യ ദാമ്പത്യത്തിനും ഇത് നടത്തുന്നു. നാലാമത്തേത് ഹംസവധം, ശത്രുതാ നിവാരണത്തിനും കീർത്തിക്കും. അഞ്ചാമത്തേത് സ്വയംവരം. മംഗല്യഭാഗ്യം, ദാമ്പത്യ സൗഖ്യം, അപവാദ വിമോചനം എന്നിവയ്ക്ക് സ്വയംവരം നടത്തണം. ആറാമത്തേത് ബാണയുദ്ധമാണ്. ജന്മനാളിൽ നടത്താം. മുഖസാഫല്യവും കേസുകളിൽ വിജയവും കർമ്മസിദ്ധിയും ഫലം. ഏഴാമത്തേത് വിവിധ വധം. ദാരിദ്ര്യമോചനം, ഉത്തിഷ്ടകാര്യ ലാഭം, കാർഷിക ലാഭം, വ്യാപാര ലാഭം. എട്ടാമത്തേത് സ്വർഗാരോഹണമാണ്. ഋതുക്കളുടെ മോക്ഷപ്രാപ്തിക്കും സന്താന സൗഖ്യത്തിനും അനായാസ മരണത്തിനും മോക്ഷത്തിനും ഇത് നടത്തുന്നു. കൃഷ്ണനാട്ടത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ പറയാം. ശ്രീ വൈകുണ്ഠനാഥനെ എപ്പോഴും നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു യതിവര്യനാണല്ലോ വില്ലുമംഗലം സ്വാമി. അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ബാലലീലകൾ കണ്ട് ആനന്ദ കണ്ണീർ പൊഴിച്ചിരുന്നു. ഒരിക്കൽ കോഴിക്കോട് സാമൂതിരി കോവിലകത്തെ മാനവേദൻ തമ്പുരാൻ ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമര ചുവട്ടിൽ ഇപ്പോൾ കൂത്തമ്പലം നിൽക്കുന്ന ആ സ്ഥലത്ത് വില്ലുമംഗലം സ്വാമിയാർ ആനന്ദാശ്രുക്കളിൽ ആറാടുന്നത് കണ്ടു. ഒഴുകി വന്ന കണ്ണുനീർ തുടച്ച വില്ലുമംഗലത്തോടായി തമ്പുരാൻ ചോദിച്ചു, ഇവിടുന്നെന്താ ഇന്നിങ്ങനെ? കണ്ടില്ലേ കള്ളക്കണ്ണൻ്റെ ഈ കുസൃതിത്തരങ്ങൾ? വില്ലുമംഗലം പറഞ്ഞു. ഓ, എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ ശേഷം നാലുപാടും തിരിഞ്ഞിട്ട് വില്ലുമംഗലത്തിന് മുൻപിൽ തമ്പുരാൻ മുട്ടുകുത്തി. ഒരു നോക്ക് ദർശനം തരായെങ്കിൽ. ഇത് പറയുമ്പോഴേക്കും തമ്പുരാൻ്റെ കണ്ടമിടറിയിരുന്നു. വില്ലുമംഗലത്തിൻ്റെ മനസ്സ് ഇളകി. ഞാൻ ഭഗവാനോടൊന്ന് ചോദിക്കട്ടെ, തമ്പുരാൻ പോയിട്ട് നാളെ കാലത്ത് വന്നാലും? വില്ലുമംഗലത്തിൻ്റെ മറുപടി കേട്ട് പ്രതീക്ഷയോടെ മാനവേദൻ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങി. പിറ്റേന്നു കാലത്ത് ക്ഷേത്രത്തിലെത്തി വില്ലുമംഗലത്തെ കണ്ടു. തമ്പുരാന് ഭാഗ്യമുണ്ട്, ഭഗവാൻ സമ്മതിച്ചിരിക്കുന്നു. വില്ലുമംഗലം പറഞ്ഞു തീരും മുമ്പേ തമ്പുരാൻ ചോദിച്ചു, എവിടെ നിൽക്കുന്നു എൻ്റെ ഭഗവാൻ? എന്നെ തൊട്ടുകൊണ്ട് നോക്കൂ. നിർദ്ദേശം കേട്ട തമ്പുരാൻ വില്ലുമംഗലത്തെ ഒന്ന് തൊട്ടു. മണ്ണുവാരി കളിക്കുന്ന കണ്ണനതാ മുൻപിൽ നിൽക്കുന്നു. നിർവൃതിയോടെ തമ്പുരാൻ ഭഗവാനെ നോക്കി നിന്നു. കരുണാവർഷം പൊഴിയുന്ന കണ്ണുകൊണ്ട് വെണ്ണക്കള്ളൻ തമ്പുരാനെ അടിമുടി നോക്കി ചിരിച്ചു. എല്ലാം മറന്ന തമ്പുരാൻ കണ്ണന് നേരെ ഓടിച്ചെന്ന് ഒന്ന് വാരിപ്പുണരാൻ 2 കൈകളും വിടർത്തി. അപ്പോഴേക്കും ഇത് വില്ലുമംഗലം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണൻ തെന്നിമാറി. കണ്ണൻ തൻ്റെ കരവലയത്തിലൂടെ ഊർന്നിറങ്ങിയ പോലെ തമ്പുരാന് തോന്നി. കണ്ണൊന്ന് ചിമ്മിയപ്പോഴേക്കും ഭഗവാൻ മറഞ്ഞു കളഞ്ഞു. കണ്ണു തുറന്നപ്പോൾ കണ്ടത് കൈത്തണ്ടിയിൽ തങ്ങിക്കിടക്കുന്ന വണ്ണമയിൽ പീലിക്കതിർ മാത്രമാണ്. ഭഗവാന്റെ ശിരസിലെ മയിൽപീലിത്തണ്ടായിരുന്നു അത്. പിന്നീട് അദ്ദേഹം മനോഹരമായ ഒരു കൃഷ്ണമുടി നിർമ്മിച്ച് ആ പീലി അതിൽ ഉറപ്പിച്ചു. അത് ശിരസിലണിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ഭാഗവത കഥകൾ കോർത്തിണക്കി ഒരു കാവ്യവും രചിച്ചു. കൃഷ്ണഗീതി എന്ന് പ്രസിദ്ധമായ ആ കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനാട്ടമായി മാറിയത്. സ്വർഗാരോഹണം കളി
കഴിക്കുന്നവർ അവതാരവും നടത്തേണ്ടതാണ്. കൃഷ്ണനാട്ടത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.